ഡ്രോപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഡ്രോപ്പേഴ്സ് ആയിരിക്കും. സ്വാഭാവികമായും ഒരു വർഷം, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 2 വർഷം ഒക്കെ കളഞ്ഞ് നിങ്ങൾ അത്രയധികം എഫേർട്ട് എടുക്കുന്നല്ലേ. റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 2-3 വർഷമൊക്കെ കളഞ്ഞ് അത്ര ടെൻഷൻ അടിക്കുന്ന ഒരു ടൈമിലൂടെ ആയിരിക്കും നിങ്ങൾ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 10 ദിവസം എന്താണോ അത് നിങ്ങളുടെ റിസൾട്ടിനെ അത്ര അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഡേയ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആ 10 ഡേയ്സ് എത്രത്തോളം കോൺഫിഡന്റ് ആകാവോ അത്രത്തോളം നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യും, ബെറ്റർ ആയി മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞൊരു വർഷം അല്ലെ, എത്ര കല്യാണങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, എത്ര പാർട്ടികൾ നിങ്ങൾ എന്താ നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ വേണ്ട, ഞാൻ വരുന്നില്ല, എന്നെ ഒന്ന് വിട്ടതാ എന്ന് പറഞ്ഞ എത്ര പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെ, പുതിയൊരു കോഴ്സുകളൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് എനിക്കത് വേണ്ട, കാര്യം എന്റെ ലക്ഷ്യവും എന്റെ ഡ്രീമും എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ഒറ്റ ഡ്രീമിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞൊരു വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത വിലയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇയർ നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട്, അതിന്റെ ഔട്ട്കം കിട്ടേണ്ട ടൈമിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന പല ആളുകളെയും ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. ചില ആളുകൾക്കൊക്കെ 500 മാർക്കിനൊക്കെ താഴെ വന്ന ആളുകൾ, ഇപ്പൊ 550 മേടിച്ച ആളുകൾ പലരും കഴിഞ്ഞ പ്രാവശ്യം 710ലേക്കും 715ലേക്കൊക്കെ വന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവസാന സമയം പോലും അവർ എത്തിയിട്ടില്ല. പക്ഷെ ആ 10 ദിവസവും അവർ പ്രതീക്ഷ നഷ്ടപ്പെടാതെ അത്ര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ ആ റിസൾട്ടിലേക്ക് എത്തിയത്. കാര്യം അവര് അതിൽ ടെൻഷൻ അടിക്കാതെ. ഇപ്പൊ പലർക്കുമുള്ള പ്രശ്നമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ, നോട്ട് ടു കമ്പയർ അല്ല, അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനോ ഒന്നുമല്ല. ഇപ്പൊ നിങ്ങളുടെ അല്ലെ, കമ്പാരിസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നലെയായിട്ടാണ് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലത്തേക്കാൾ ബെറ്റർ ആക്കുക, ഇന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറിനേക്കാൾ ബെറ്റർ ആക്കുക അടുത്തൊരു മണിക്കൂർ. ആ കമ്പാരിസൺ വെച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സമയത്തിലാണ്, ലാസ്റ്റ് 10 ഡേയ്സിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആങ്സൈറ്റി വരും അല്ലെ. ആങ്സൈറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നന്നായി ശ്വാസം എടുത്തിട്ടൊന്ന് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളൊന്ന് ഡ്രീം ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ടെൻഷൻ വരുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ശ്വാസം എടുത്തിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നീറ്റിന്റെ ആ ഡേ, നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ, നിങ്ങൾ ഈ അവസാന ദിവസങ്ങളിൽ കണ്ട ചോദ്യങ്ങൾ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നു. വളരെ വേഗത്തിൽ നിങ്ങൾ ആൻസർ ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. നിങ്ങൾ പഠിച്ച DPPയിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത്, അല്ലെ നിങ്ങൾ കണ്ട ക്ലാസ്സുകളിൽ നിന്ന് മാത്രമാണ് എല്ലാ ചോദ്യങ്ങളും വന്നത്. നിങ്ങൾ ചെയ്ത മോക്ക് ടെസ്റ്റിൽ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾ എഴുതുന്ന ആ ഒരു നിമിഷം മാത്രമേ വിഷ്വലൈസ് ചെയ്യുള്ളൂ. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. കാര്യം ആ വിഷ്വലൈസേഷൻ തന്നെ അവസാനം എന്ത് ചെയ്യും, സംഭവിക്കുന്നത് തന്നെ വിശ്വസിക്കുക, അതേ നടക്കുള്ളൂ. അപ്പൊ അത്ര പോസിറ്റീവായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സമയത്തോടു കൂടിയാണ് അല്ലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുന്നത്. നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓടിപ്പോയി സങ്കടപ്പെട്ട് അടുക്കളയിൽ പോയി അമ്മയെ കണ്ട് കരയൊന്നുമല്ല ചെയ്യേണ്ട. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ് എ ഗുഡ് ഫ്രണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക അല്ലെ. നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളോട് സംസാരിക്കുക. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റാതിരുന്നു. എങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ എന്നെ വെച്ച് നോക്കുന്ന സമയത്ത് അതിനേക്കാളൊക്കെ ഞാൻ എന്ത് ചെയ്തേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം +2 പഠിച്ചതിനേക്കാൾ എത്രയോ എഫേർട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കഴിവ് എത്രമാത്രമാണ്, പഠിക്കാനുള്ള കഴിവ് എത്രമാത്രമാണ് റിയലൈസ് ചെയ്തൊരു വർഷമാണത്. അത്ര എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണിത്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ കോൺഫിഡന്റ് ആക്കി മാറ്റി. എന്തും റിസൾട്ട്, ഔട്ട്കം എന്തും ആയിക്കോട്ടെ, എന്റെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ നീറ്റ് എഴുതുന്നത് തന്നെയാണ് എന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അത് തന്നെ നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്ത 10 ദിവസം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. 10 ഡേയ്സ് ഉണ്ട്, 240 മണിക്കൂറാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരൊറ്റ ഡ്രീമിന് വേണ്ടിയാണ് നിങ്ങൾ മുമ്പോട്ട് പോയത്. അത് നിങ്ങൾ ആകുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. നിങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, എഫേർട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ എഫേർട്ട് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ 10 ദിവസം 240 മണിക്കൂർ മാത്രം മതി നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതിരിക്കുക. നിങ്ങളിട്ട കഷ്ടപ്പാടിന്റെയൊക്കെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഓരോ മിനിറ്റും നിങ്ങൾ ചാമ്പ്യൻ ആകുമെന്ന് തന്നെ വിശ്വസിച്ച് ഓരോ മിനിറ്റും അടുത്ത കഴിഞ്ഞ ഒരു മിനിറ്റിനേക്കാൾ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള എഫേർട്ട് എടുത്താൽ ഈ 240 മണിക്കൂർ മാത്രം മതി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആക്കി മാറ്റാൻ വേണ്ടി. ആ കോൺഫിഡൻസ് ആണ്. ഞാൻ പറയും 50% കുട്ടികളും പരാജയപ്പെടാൻ കാര്യമെന്ന് പറയുന്നത് ആങ്സൈറ്റിയും ഈ പറയുന്ന ടെൻഷനും കൊണ്ട് മാത്രമാണ്. അതില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ 10 ദിവസവും ആ കോൺഫിഡൻസ് പീക്കിലേക്ക് എത്തി അത് അവസാനം നിങ്ങളുടെ നീറ്റ് ഡേയിലും നിങ്ങൾക്ക് ബെറ്റർ ആക്കി മാറ്റാൻ പറ്റട്ടെ എന്ന് എല്ലാവിധ ആശംസകളും തരികയാണ്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയടാ,
ഐ വിൽ ക്രാക്ക് ഇറ്റ് എന്ന് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പൊ നാളത്തെ ഓർഗാനിക് മാരത്തോൺ തൊട്ട് നമ്മൾ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.